പശ്ചിമ ബംഗാളിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഉണ്ട്. പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിജയമാണിത്. രൂപം കൊണ്ട് ഇതുവരെ പശ്ചിമ ബംഗാളിന്റെ അധികാര സ്ഥാനത്തേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സഖ്യകക്ഷിയായി പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. BJPയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വന്തം സ്ഥലമാണ് ബംഗാൾ. അങ്ങനെ ശ്യാമപ്രസാദ് മുഖർജിയുടെ നാട്ടിൽ, വങ്കനാട്ടിൽ കാവിക്കൊടി ഉയർന്നതിന്റെ വളരെ ചരിത്രപരമായ പ്രാധാന്യം സുവേന്ദു അധികാരിയുടെ ഈ അധികാരാരോഹണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത് ചരിത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു വിജയത്തിന്റെ നാന്ദി കുറിക്കൽ കൂടിയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രൂപീകരണത്തിന്റെ 102ാമത്തെ വർഷത്തിൽ പശ്ചിമ ബംഗാളിൽ സ്വാമി വിവേകാനന്ദന്റെ പൈതൃകമുള്ള പശ്ചിമ ബംഗാളിൽ കാവിക്കൊടി ഉയർത്താൻ കഴിഞ്ഞു എന്നതിന്റെ വലിയ ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ച് സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബസന്ത്, BJPയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണ്. ആദ്യത്തെ BJP മുഖ്യമന്ത്രി ബംഗാളിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രധാനമന്ത്രി അവിടെ റോഡ് ഷോ നടത്തുന്നു. ആരൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു? ഇന്ന് എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമോ? ഇന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള സൂചനയാണുള്ളത്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. NDA സഖ്യകക്ഷി മുഖ്യമന്ത്രിമാരും ഇപ്പോൾ വേദിയിലുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രിയും ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന അമിത്ഷാ, അതോടൊപ്പം തന്നെ JP നഡ്ഡ തുടങ്ങിയ BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ വേദിയിലുണ്ട്. ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട BJPക്കാരുടെ പേര് വിവരങ്ങൾ എഴുതി വെച്ച ഒരു ബോർഡ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ BJP ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഇതൊരു വൈകാരിക നിമിഷമാക്കി മാറ്റിയെടുക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും 10-35 കൊല്ലം ചെങ്കൊടി മാത്രം ഉയർന്ന ഒരു സ്ഥലത്ത് 15 കൊല്ലം തൃണമൂൽ കോൺഗ്രസിൻ്റെ പച്ചയും അതോടൊപ്പം തന്നെ അവരുടെ ഔദ്യോഗിക നിറമായി നീലയും ഉണ്ടായിരുന്ന ഒരു നഗരം ഇന്ന് കാവി അണിയുന്നു എന്നുള്ളതാണ് ഇന്ന് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ മാറ്റം. 15 കൊല്ലം കൊണ്ട് BJP പശ്ചിമ ബംഗാൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമാണ് ഇപ്പോൾ അവർ കൊൽക്കത്തയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. ഞാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുമെന്ന് പ്രചരണത്തിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഒന്ന് നോർത്ത് ബംഗാൾ, 2 സൗത്ത് ബംഗാൾ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് ശ്യാമൾ ഘോഷും അതോടൊപ്പം തന്നെ ഒരു വനിതാ ഉപമുഖ്യമന്ത്രിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന നേതാവായിരുന്ന സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ വലങ്കൈയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ആ മേഖലയിൽ. പിന്നീട് തെറ്റിപ്പിരിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ നേരിടുകയും 2000 വോട്ടിന് പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇത്തവണ ഭവാനിപൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കുകയും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി നന്ദിഗ്രാമം അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. ഏതായാലും ഭവാനിപൂർ സുവേന്ദു അധികാരി നിലനിർത്തുമെന്നുള്ള സൂചനയാണുള്ളത്. വലിയൊരു വിജയം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. പശ്ചിമ ബംഗാൾ പോലൊരു സ്ഥലം മാത്രം. കാരണം കിഴക്കൻ മേഖലകളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ BJP ആധിപത്യം നിലനിർത്തുമ്പോഴും പശ്ചിമ ബംഗാൾ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഒഡീഷയിൽ ദീർഘകാലം BJDയുടെ രണ്ടാം കക്ഷിയായി നിന്ന ശേഷം വീണ്ടും അധികാരത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞവണ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കിഴക്കൻ മേഖല നോക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാൾ മുതൽ താഴെ തമിഴ്നാട് വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒഡീഷയിലും ഇപ്പോൾ ബംഗാളിലും ആന്ധ്രയിൽ സഖ്യകക്ഷിയായിട്ടും ഒക്കെ തന്നെ ഉണ്ട്. തമിഴ്നാട് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ BJPയുടെ കയ്യിൽ ഇപ്പോഴും ഒതുങ്ങാത്ത ഒരു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാൽപ്പാടുകൾ വലുതാകുന്നു. ഹിന്ദി ഹൃദയഭൂമിയുടെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് മാറി പശ്ചിമ ബംഗാളിലേക്ക്, വങ്കനാട്ടിലേക്കും അവർ കടന്നു കയറുന്നു. വടക്ക് കിഴക്ക് അവർ സ്വാധീന മേഖലയാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇനി പഞ്ചാബും ദക്ഷിണേന്ത്യയിലെ ഏതാനും ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് BJPയുടെ കൈപ്പിടിയിൽ ഇല്ലാത്തുള്ളത്. അഭിലാഷ്, തീർച്ചയായിട്ടും ആ തരത്തിലുള്ള വലിയ പ്രാധാന്യം ഈ അധികാരാരോഹണത്തെ സംബന്ധിച്ചുണ്ട്. നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയുടെ 35% ഭാഗങ്ങളാണ്
BJP മുഖ്യമന്ത്രിമാരാൽ ഭരിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഇന്ന് ഇന്ത്യയുടെ 78% ഭൂപ്രദേശങ്ങളും BJP മുഖ്യമന്ത്രിമാരാൽ ഭരിക്കപ്പെടുകയാണ്. 2025 വരെ BJPക്ക് മുഖ്യമന്ത്രി ഇല്ലാതിരുന്ന ചരിത്രത്തിൽ BJPക്ക് മുഖ്യമന്ത്രി ഇല്ലാതിരുന്ന 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ BJP മുഖ്യമന്ത്രിമാരാകുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒഡീഷയിൽ BJP മുഖ്യമന്ത്രി വന്നു. ബീഹാറിൽ BJP സഖ്യകക്ഷി ഭരണത്തിലുണ്ടായിരുന്നുവെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BJP മുഖ്യമന്ത്രിയായി, ബീഹാറിൽ BJP മുഖ്യമന്ത്രിയായി, പശ്ചിമ ബംഗാളിലും ഏറ്റവും ഒടുവിൽ BJPയുടെ മുഖ്യമന്ത്രിയാകുന്നു. ഇനി ബാക്കിയുള്ളത് പഞ്ചാബ്, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങൾ മാത്രമാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരണമാണ് എങ്കിലും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രത്തിൽ വണങ്ങിക്കൊണ്ട് രവീന്ദ്രനാഥ് ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വങ്കനാട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുള്ള സ്ഥലമാണ്. അവിടെ ആദ്യമായി BJP അധികാരം പിടിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നീട് സുവേന്ദു അധികാരി. രാജ്യപാൽ ശ്രീ RN രവി. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് BJPയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. വങ്കനാടിന്റെ രാഷ്ട്രീയ അധികാരം പിടിക്കുക എന്നുള്ളത് വളരെ കാലമായി BJP ആഗ്രഹിച്ച സ്വപ്നം കണ്ട കാര്യമാണ്. അത് സഫലമാകുന്നു. ശ്യാമപ്രസാദ് മുഖർജി കാശ്മീരിലെ ഒരു ജയിലിൽ കിടന്നാണ് അന്തരിച്ചത്. ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാൾ പിടിച്ചെടുക്കുക ജനസംഘത്തിന് പിന്തുടർച്ചയായി വന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമ ഹരിത പതാക വങ്കനാട്ടിൽ പാറിപ്പറക്കുന്ന ദിവസമാണ് ഇന്ന്. സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു. മമതാ ബാനർജിയുടെ വലം കൈയായിരുന്നു സുവേന്ദു അധികാരി. CPM-നെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടമാക്കിയ നന്ദിഗ്രാം സമരത്തിന്റെ ആർക്കിടെക്ട് ആയിരുന്നു. നന്ദിഗ്രാമിലെ വലിയ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ 2011 അധികാരാരോഹണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളായിരുന്നു. പിന്നീട് മമതയുമായി തെറ്റിപ്പിരിഞ്ഞ സുവേന്ദു അധികാരി ഒരു തവണയല്ല 2 തവണ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ, ഇത്തവണ ഭവാനിപൂരിൽ. അങ്ങനെ മമതാ ബാനർജിയെ നേരിട്ട് പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയ സുവേന്ദു അധികാരി അല്ലാതെ മറ്റൊരാൾ എന്ന ചോയ്സ് BJPക്ക് മുമ്പിലായിരുന്നു. സുവേന്ദു അധികാരി അങ്ങനെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പുതിയ ചരിത്രം പിറക്കുകയാണ്. സീനിയർ നേതാക്കളുണ്ട്. നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു, ആശ്ലേഷിക്കുന്നു.